നമസ്കാരം. ഞാൻ ഒരു ലൈവ് സ്ട്രീമിംഗ് ആക്ടിവിറ്റി തുടങ്ങുന്നതിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണ്. ലൈവ് സ്ട്രീമിംഗ് മെമ്പേഴ്സിന് വേണ്ടി മാത്രമാണ്. ആ ലൈവ് സ്ട്രീമിംഗിൽ യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ലേൺ വിത്ത് മീ എന്നൊരു ആക്ടിവിറ്റിയാണ്. കഥ പറയാൻ എന്നോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ ആ മെമ്പേഴ്സ് ആക്കിക്കൊണ്ട് ഒരു കഥ ബിൽഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. മാസത്തിൽ ഒരു കഥ വീതം നിങ്ങളുടെ സഹായത്തോടുകൂടി, നിങ്ങളുടെ സഹകരണത്തോടുകൂടി, നിങ്ങളുടെ കോൺട്രിബ്യൂഷനോടുകൂടി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് അവിടെ അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഥയുടെ ഒരു ത്രെഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ചർച്ച ചെയ്ത് ഒരു വലിയ സ്റ്റോറിയാക്കി മാറ്റുന്നു. ആ സ്റ്റോറി ആവശ്യത്തിന് ശബ്ദമിശ്രണമൊക്കെ നടത്തി ചിത്രങ്ങളോടുകൂടി ഭംഗിയായി ഒരു സിനിമ പോലെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പേരൊക്കെ അതിനകത്ത് വരും. കഥാപാത്രങ്ങളുടെ പേരുകൾ നമുക്ക് നിങ്ങളുമായി കണക്ട് ചെയ്ത് ഉണ്ടാക്കാം. നിങ്ങൾക്ക് പലർക്കും ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ കാര്യം നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ കൂട്ടായിട്ട് ഒരു സിനിമ ഉണ്ടാക്കി നോക്കുകയാണ്. സിനിമ സാധാരണഗതിയിൽ സീൻ ബൈ സീനായി ചിത്രീകരിക്കണം. ഇവിടെ സീൻ ബൈ സീനായി ഞാൻ അവതരിപ്പിക്കുന്നേ ഉള്ളൂ. ആ അവതരണം കൂടുതൽ മികവുറ്റതാക്കാനുള്ള ചിത്രങ്ങൾ ഞാനും നിങ്ങളും ചേർന്ന് വരച്ചുണ്ടാക്കുന്നു. അങ്ങനെ ഒരു കഥ എന്നോട് സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ആ മെമ്പേഴ്സ് പരിപാടി ഓണാക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. 2009 ഒരു ദിവസം മണിപ്പൂർ ബോർഡറിലുള്ള സുഗുനു എന്ന അതിർത്തി ഗ്രാമത്തിന് സമീപത്ത് ഒരു മിലിറ്ററി ക്യാമ്പുണ്ട്. 65ഓളം പട്ടാളക്കാർ മാത്രമുള്ള ഒരു താൽക്കാലിക മിലിറ്ററി ക്യാമ്പ്. ആ മിലിറ്ററി ക്യാമ്പിൽ ഒരു കാരം ബോർഡിന് ചുറ്റുമായി 4 പട്ടാളക്കാർ ഇരുന്ന് കാരംസ് കളിക്കുകയാണ്. ബാക്കിയുള്ള ആളുകൾ റോഡ് ക്ലിയർ ചെയ്യാനായി ഡ്യൂട്ടിയുടെ ഭാഗമായി പുറത്തു പോയിരിക്കുകയാണ്. ഈ പട്ടാളക്കാർ റോഡ് മുഴുവൻ സഞ്ചരിച്ച് ആ റോഡിൽ ഒരു വിഷയമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് സാധാരണഗതിയിൽ വാഹനങ്ങൾ കടത്തിവിടുക. എല്ലാ ദിവസവും രാവിലെയും ആ പ്രക്രിയ അവിടെ നടക്കും. ഒരുപാട് കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മേഖലയായതുകൊണ്ട് വൻ സെക്യൂരിറ്റി ആ മേഖലയിൽ കൊടുക്കാറുണ്ട്. സഹപ്രവർത്തകരൊക്കെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ആ റോഡുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ക്യാമ്പിൽ തകൃതിയായി കാരംസ് കളി നടക്കുകയാണ്. ആ 4 ചെറുപ്പക്കാരും വല്ലാത്ത ഉത്സാഹത്തിലാണ്. അങ്ങനെ കാരംസ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ കാതിൽ ഒരു ശബ്ദം പതിഞ്ഞു. എന്തോ അനങ്ങുന്ന ശബ്ദമാണ് അവർ കേട്ടത്. ശബ്ദം കേട്ടതും അതിലെ ഒരു പട്ടാളക്കാരൻ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. അയാൾ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ബാക്കിയുള്ള 3 പട്ടാളക്കാരും അയാളോട് പറഞ്ഞു, ഏയ് അത് വല്ല പൂച്ച എലി അങ്ങനെ ചാടിയതാകും, കള. അങ്ങനെ അയാളുടെ എതിരെ ഇരിക്കുന്ന പട്ടാളക്കാരൻ പറഞ്ഞ അതേ നിമിഷത്തിൽ ഒരു വെടിയുടെ ശബ്ദം അവർ കേട്ടു. വെടിയുടെ ശബ്ദം കേട്ടതും ആ 4 സംഘം ആ കാരം ബോർഡിന്റെ അടുത്ത് നിന്ന് അകത്തെ അവരുടെ മുറിയിലേക്ക് ഓടുകയാണ്. റൈഫിളുകൾ എടുക്കാനുള്ള അവരുടെ ആ ഓട്ടത്തിനിടയിൽ തുരുതുര വെടിയുണ്ടകൾ അവർക്ക് നേരെ പാഞ്ഞു വന്നു. അവർക്ക് ആ ക്യാമ്പ് ബിൽഡിങ്ങിലേക്ക് തൊടാൻ കഴിയുന്നതിന് മുമ്പ് 4 പേരും വെടിയേറ്റ് താഴെ വീണു. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ആ ആക്രമണം അവിടെ നടന്നത്. വെടിയുടെ ശബ്ദം കേട്ട് സ്വാഭാവികമായിട്ടും റോഡിലുണ്ടായിരുന്ന പട്ടാളക്കാർ ക്യാമ്പിലേക്ക് ഓടിയെത്തി. ക്യാമ്പിലേക്ക് ഓടിയെത്തിയ ആ ജവാന്മാർ കാണുന്നത് അവരുടെ സഹപ്രവർത്തകരുടെ നിശ്ചലമായ ബോഡികളാണ്. ശരിക്കും ഹൃദയം നുറുകിപ്പോകുന്ന ഒരു സാഹചര്യം. ഡ്യൂട്ടിക്കിടയിൽ കൊല്ലപ്പെടുക എന്നുള്ളത് സാധാരണ ഇതിൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ക്യാമ്പിലേക്ക് കയറിയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാർത്ത പല തലങ്ങളിലേക്കും അങ്ങ് പടർന്നു കയറുകയാണ്. ആർമിയുടെ എല്ലാ തലങ്ങളിലും ആ വാർത്ത ചർച്ചയ്ക്ക് വിധേയമായി. 1994 രൂപീകൃതമായ കാങ്ലി എവോൽ കന്ന ലൂപ്പ് എന്ന ശക്തമായ മിലിറ്റന്റ് സംഘടനയുടെ ആധിപത്യമുള്ള മേഖലയാണ് ഈ സുഗുന ജില്ല എന്ന് പറയുന്നത്. ആ സംഘടന 94 രൂപീകൃതമായത് മറ്റ് അനവധി സംഘടനകളെ കൂട്ടിച്ചേർത്തിട്ടാണ്. കാങ്ലി പാക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിഭാഗവും പീപ്പിൾസ് പാർട്ടി ഓഫ് കാങ്ലി പാക്കിന്റെ ഒരു വിഭാഗവും നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡിൽ നിന്ന് അടർന്നു മാറിയ ഒരു ചെറിയ വിഭാഗമൊക്കെ ചേർന്നിട്ടാണ് ഈ KOIKL എന്ന സംഘടന രൂപീകൃതമായത്. തികഞ്ഞ ഭീകരന്മാരാണ് ആ സംഘടനയുടെ സാന്നിധ്യത്തിലുള്ള മുഴുവൻ ആളുകൾ. 1994 ആ സംഘടന രൂപീകൃത ആയത് മുതൽ അതിശക്തമായ അറ്റാക്കാണ് ഈ KOIKL ഇന്ത്യൻ ആർമിക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒളി ആക്രമണങ്ങളാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആയുധങ്ങൾ കട്ടുകൊണ്ടുപോവുക, കോൺവേ ആയി പോകുന്ന വാഹനങ്ങളെ ആക്രമിക്കുക, ആളുകളെ ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങുക, ഡ്രഗ് ബിസിനസ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിനും പുറമെ ആയുധ വ്യാപാരത്തിലും ഈ KOIKL അതിശക്തമായി ഇടപെടുന്ന സംഘടനയാണ്. ശരിക്കും ഒരു നോയ്സൻസ് നമ്മുടെ ആർമിക്ക് ഈ KOIKL സൃഷ്ടിക്കുന്നുണ്ട്. അവരുടെ ആ ശക്തി കേന്ദ്രത്തിലാണ് ഇപ്പോൾ ആർമിക്ക് നേരെ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. KOIKL സ്വാഭാവികമായും ഒരു എതിർപ്പുണ്ടായിരുന്ന ആർമി
രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയതും ആ നിമിഷത്തിലാണ്. KYKയിലുമായി ബന്ധപ്പെട്ടുള്ള സകല ഒളിയിടങ്ങളും ആർമിയുടെ ചുണക്കുട്ടികൾ തിരഞ്ഞു പിടിക്കാൻ തുടങ്ങി. പക്ഷെ അത് സ്വാഭാവികമായിട്ടും മണിപ്പൂരിൽ വല്ലാത്തൊരു അസംതൃപ്തി സൃഷ്ടിച്ചു. ആസാം റൈഫിൾസിന്റെ വൻ സംഘമാണ് സകല മേഖലയും അരിച്ചു പറക്കുന്നത്. എല്ലാ റോഡുകളും ചെക്കിങ്ങിന് വിധേയമാക്കുകയാണ്. അതുപോലെ ഒളിയിടം എന്ന് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളും അരിച്ചു പറക്കുമ്പോൾ ആ അരിച്ചു പറക്കൽ പലപ്പോഴും ഗ്രാമങ്ങളിലേക്കും വീടുകളിലേക്കും ഷോപ്പുകളിലേക്കും കടക്കും. അത് നാട്ടുകാരും പട്ടാളവും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. നാട്ടുകാർക്ക് പലർക്കും ഈ തീവ്രവാദി സംഘടനകളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഈ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് പട്ടാളത്തിനെതിരെ ഒരു ക്യാമ്പയിൻ പോലെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. ആ ആക്ടിവിറ്റീസ് അങ്ങനെ മുന്നോട്ട് പോയാൽ അത് അപകടമാണെന്ന് മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം. പക്ഷേ മിലിറ്ററിയിലെ ആളുകൾക്ക് ആ ധീര ജവാന്മാരുടെ ആ ഡെഡ് ബോഡി കണ്ട ആ നിമിഷം മറക്കാനും പറ്റില്ല. തിരിച്ചടി കൊടുത്തേ പറ്റൂ. പക്ഷേ അതേ സമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കർക്കശമായ ഒരു നയം എടുത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ പ്രശ്നത്തെ വളർത്തി വലുതാക്കരുത് എന്നൊരു നയമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കുള്ളത്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ആഭ്യന്തര വകുപ്പ് മന്ത്രി ചിദംബരം ഒക്കെ അക്കാര്യത്തിൽ കർക്കശമായ ഒരു നിർബന്ധ ബുദ്ധി പിടിക്കുകയാണ്. പ്രതിരോധ ചുമതലയുള്ള AK ആന്റണിയും ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഈ പ്രശ്നം വലുതാക്കരുത്. എന്നാൽ അതേ സമയത്ത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് തത്വത്തിൽ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ പട്ടാളക്കാരുടെ ജീവന് തിരിച്ചടി കൊടുക്കുകയും വേണം. അത് എങ്ങനെ നടപ്പാക്കാം എന്നതിനെക്കുറിച്ച് വിവിധ തലങ്ങളിൽ ചർച്ച നടക്കുമ്പോൾ അന്ന് മിലിറ്ററി ഇന്റലിജൻസിൽ വർക്ക് ചെയ്യായിരുന്ന ലിമയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ലിമയുടെ ഒരു ഏജന്റാണ് ലിമയെ വിളിച്ചത്. അയാള് ലിമയോട് ഒരു ചെറിയ കാര്യമാണ് പറഞ്ഞത്. ഈ അറ്റാക്ക് നടത്തിയത് KYKL അല്ല, പിന്നെ അത് NSCNക്കാരാണ്. നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് എന്നുള്ളത് അതിശക്തമായ ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ആളുകളാണ് ആ അറ്റാക്ക് നടത്തിയെന്നാണ് ലിമയുടെ ആ സോഴ്സ് കൊടുത്ത രഹസ്യ വിവരം. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ലിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ലിമ ആ വിവരം ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഹയർ ഒഫീഷ്യലായ കേണൽ അജയ് സിംഗിനെ അറിയിച്ചു. അജയ് സിംഗിനും അതൊരു അത്ഭുതപ്പെടുന്ന വാർത്തയാണ്. സകല പട്ടാള മൂവ്മെന്റ്സും KYKലിനെതിരെ നടക്കുമ്പോൾ അവിടെ ആ ആക്രമണം നടത്തിയിരിക്കുന്നത് NSCN എന്നുള്ള ഇൻഫർമേഷനാണ് ലിമ പങ്കുവയ്ക്കുന്നത്. മിലിറ്ററി ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളെ സോഴ്സുകളാക്കി ലിമ മാറ്റിയിട്ടുണ്ട്. ആ സോഴ്സുകളിൽ പലരും ആ സംഘടനകളുമായി നേരിട്ട് ബന്ധമുള്ളവരാണ്. അവിടെ നിന്ന് കിട്ടുന്ന വിവരത്തിൽ തെറ്റുപറ്റാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഒന്നുകൂടി കൺഫേം ആക്കാൻ വേണ്ടി ലിമയോട് കേണൽ അജയ് സിംഗ് പറഞ്ഞു, ലിമ കുറെ കൂടി കോൺക്രീറ്റ് ആയ തെളിവുകൾ ശേഖരിക്കുക, അതിനുശേഷമേ ഈ കാര്യം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. കേണൽ അജയ് സിംഗ് അങ്ങനെ ആവശ്യപ്പെട്ടതും ലിമ അവിടെ നിന്ന് നേരെ പോയത് ഇംഫാലിലേക്കാണ്. ഇംഫാലിലെ അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറന്റിൽ ഒരു ചെറിയ ക്യാബിന്റെ അകത്ത് ലിമയുടെ മുന്നിൽ ഏകദേശം ഒരു 40 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അവര് ലിമയോട് പറഞ്ഞു, ലിമ, ഞാൻ പറഞ്ഞ കാര്യം വാസ്തവമാണ്. ആക്രമണം നടത്തിയിരിക്കുന്നത് NSCN തന്നെയാണ്. അവർ സംസാരിക്കുന്നത് ലിമയുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ടാണ്. അവർ പറയുന്നത് കളവല്ല എന്ന് അവരുടെ കണ്ണുകൾ വായിക്കുന്ന ലിമയ്ക്ക് ഉറപ്പാണ്. അവരങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ ഫോണൊന്ന് ശബ്ദിച്ചു. ആ ഫോണിലെ നമ്പർ കണ്ടതും അവര് ലിമയുടെ മുന്നിൽ നിന്ന് എണീറ്റ് ആ മുറി തന്നെയുള്ള ഒരു മൂലയിലേക്ക് മാറി പതുക്കെ സംസാരിച്ചു തുടങ്ങി. മണിപ്പൂരി ഭാഷയിലാണ് സംസാരിക്കുന്നത്. ആ ഭാഷ അല്പസ്വല്പം ലിമയ്ക്ക് വഴങ്ങും. ആ സംഭാഷണം കഴിഞ്ഞ് ആ സ്ത്രീ ലിമയുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ലിമ അവരോട് ചോദിച്ചു, സേനാപതി ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾക്ക് എന്താ പരിപാടി? താൻ സംസാരിച്ചത് ലിമ കേട്ടുവന്ന് ആ ചോദ്യം കേട്ടതും ആ ലേഡിക്ക് മനസ്സിലായി. അവര് പെട്ടെന്ന് ചുറ്റൊന്ന് നോക്കി. അതിനുശേഷം ശബ്ദം കുറച്ച് ആ സ്ത്രീ ലിമയോട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു യൂണിറ്റ് അവിടെ ഉണ്ട്, അതിനെ അവിടെ നിന്ന് പിൻവലിക്കാനുള്ള നിർദ്ദേശമാണ് കിട്ടിയിരിക്കുന്നത്. സേനാപതി ഡിസ്ട്രിക്റ്റിലുള്ള നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡിന്റെ ഗർലകളെ അവിടെ നിന്ന് പിൻവലിച്ച് മറ്റെങ്ങോട്ടോ കൊണ്ടുപോകാൻ പോവുകയാണ്. ആ കാര്യം ലിമയ്ക്ക് ബോധ്യമായതും ലിമ ആ സ്ത്രീയോട് ചോദിച്ചു, ഇനി നിങ്ങളുടെ ടീമാണോ ആ ആക്രമണം നടത്തിയത്? അല്ല, എന്റെ ടീമല്ല. അത്രയും പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ ലിമയുടെ മുന്നിൽ നിന്ന് എണീറ്റു. ലിമയുടെ മുന്നിൽ നിന്ന് എണീറ്റ് അവർ 2 സ്റ്റെപ്പ് നടന്നതിന് ശേഷം തിരിഞ്ഞ് ലിമയോട് പറഞ്ഞു, ലിമ, ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ നിനക്ക് കഴിയും. അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി തന്റെ ഹൈഡൌട്ടിലെത്തിയ ലിമ ആ നിമിഷത്തിൽ തന്നെ ആ വിവരം കേണൽ അജിത് സിംഗിനെ റിപ്പോർട്ട് ചെയ്തു. സേനാപതി ഡിസ്ട്രിക്റ്റിനകത്ത് നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡിന്റെ ആളുകളുണ്ട്. അവർ അവിടെ നിന്ന് പുറത്തു കടക്കാൻ പോവുകയാണ്. വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷനാണ് ഇപ്പോ ലിമ കേണൽ അജിത് സിംഗിന് കൊടുത്തത്. ആ ഇൻഫർമേഷൻ കിട്ടിയതും കേണൽ അജിത് സിംഗ് ലിമയോട് പറഞ്ഞു, ഈ നിമിഷം തന്നെ ആസാം റൈഫിൾസ് സേനാപതി ഡിസ്ട്രിക്റ്റിന് പുറത്തേക്കുള്ള എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്യും.
ബ്ലോക്ക് ചെയ്യാൻ പോകും എന്നല്ല കേണൽ അജിത് സിംഗ് പറഞ്ഞത്, ബ്ലോക്ക് ചെയ്യുമെന്ന് തന്നെയാണ്. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, കേണൽ അജിത് സിംഗ് അതിനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു. അതിവേഗതയിലാണ് ആസാദ് റൈഫിൾസ് സകല റോഡുകളും ബ്ലോക്ക് ചെയ്തത്. സേനാപതി ജില്ലയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്ത ആസാദ് റൈഫിൾസിലെ പട്ടാളക്കാർ ഓരോ വാഹനങ്ങളായി പരിശോധിച്ചു തുടങ്ങി. ഒറ്റ ലൈനിലാണ് സകല വാഹനങ്ങളും നിർത്തുന്നത്. ആ ലൈനിലൂടെ കടന്നു വരുന്ന വാഹനങ്ങൾ ഒന്നൊന്നായി ആസാദ് റൈഫിൾസിലെ ആളുകൾ പരിശോധിച്ചു തുടങ്ങി. ഒരു കാർപ്പറ്റ് പരിശോധനയാണ് നടക്കുന്നതെന്ന് പറയാം. ആ വാഹനത്തിന്റെ എല്ലാ പാർട്സുകളും പരിശോധിക്കുന്നുണ്ട്, അതിനകത്തുള്ള ആളുകളെയും സമ്പൂർണ്ണമായി പരിശോധിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡിന്റെ ആ ഗർലകൾ സേനാപതി ഡിസ്ട്രിക്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് കർക്കശമായ ആ നിരീക്ഷണവും ചെക്കിങ്ങും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്ന ഓരോ വാഹനവും സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ജിപ്സി അവരുടെ മുന്നിലേക്ക് വന്നത്. ഗണ്ണുകളുമായി ആ ജിപ്സിയെ പട്ടാളക്കാർ വളഞ്ഞു നിൽക്കുമ്പോൾ ഒരു സീനിയർ ഓഫീസർ ആ ജിപ്സിയുടെ അടുത്തേക്ക് വന്നു. അതിനകത്ത് 2 യാത്രക്കാരാണുള്ളത്. അവരെ പുറത്തേക്ക് ഇറക്കി. തോക്കുമുനയിൽ അവരുടെ ദേഹപരിശോധന ഒരാൾ നടത്തുമ്പോൾ ബാക്കിയുള്ള പട്ടാളക്കാർ ആ ജിപ്സി മുഴുവൻ പരിശോധിക്കുകയാണ്. ആ ജിപ്സിയുടെ അകവും പുറവും ഒക്കെ പരിശോധിച്ചപ്പോൾ ഒന്നുമില്ല. ആ വാഹനം വിടാനായിട്ട് ആ സീനിയർ ഒഫീഷ്യൽ ഉത്തരവ് കൊടുക്കാൻ പോയ ആ നിമിഷത്തിലാണ് ജിപ്സിയുടെ പുറകുവശത്തുണ്ടായിരുന്ന പട്ടാളക്കാരൻ ഉറക്കെ വിളിക്കുന്നത്, സാർ ഒരു കാര്യമുണ്ടേ. ആ ശബ്ദം കേട്ടതും ആ സീനിയർ ഒഫീഷ്യൽ ആ പട്ടാളക്കാരന്റെ അടുത്തേക്ക് വരുമ്പോൾ അവൻ ജിപ്സി ജീപ്പിന്റെ സ്പെയർ ടയറിലേക്ക് നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. ആ സ്പെയർ ടയറിന്റെ അടിയിൽ എന്തോ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. അത് കണ്ടതും പട്ടാളക്കാർ ആ ഭാഗം പരിശോധിച്ചതും അവിടെ നിന്ന് അവര് ഒരു കവർ ഇളക്കിയെടുത്ത കവറിനകത്തേക്ക് നോക്കിയ ആർമി ഒഫീഷ്യൽസ് അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോവുകയാണ്. അവിടെ ആ സ്പെയർ ടയറിന്റെ അടിയിൽ പിടിപ്പിച്ചിരുന്ന കവറിനകത്തുള്ളത് വെടിയുണ്ടകളാണ്. അത്രയും വെടിയുണ്ടകളുമായിട്ട് ആ ജീപ്പിൽ അവര് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ആ വണ്ടിയിലുണ്ടായിരുന്ന 2 പേർക്കും പെട്ടെന്ന് പറ്റിയില്ല. ആർമി അവരെ ചോദ്യം ചെയ്യാനായി അവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. വളരെ വിദഗ്ധമായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചോദ്യം ചെയ്യൽ മുറിയിലേക്കാണ് ആ 2 ആളുകളെ കൊണ്ടുവന്നത്. അതിൽ ഒരാൾ ചെറുപ്പക്കാരനും ഒരാൾ ലേശ പ്രായമുള്ള ആളുമാണ്. ചോദ്യം ചെയ്യുന്ന ആളിന്റെ പുറകുവശം ശരിക്കും ഇരുട്ടിലാണ്. അയാളുടെ മുഖത്ത് മാത്രം ചെറിയ തോതിൽ പ്രകാശം വീഴും. എന്നാൽ നേരെ എതിരെ ഇരിക്കുന്ന ആളുകളുടെ മുഖത്ത് ശക്തമായി പ്രകാശം വീഴുകയാണ്. ചോദ്യം ചെയ്യുന്ന ആളുടെ പുറകോട്ട് കംപ്ലീറ്റ് ഇരുട്ടായതുകൊണ്ട് അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും ചോദ്യം ചെയ്യലിന് വിധേയമാകുന്ന അവർക്ക് മനസ്സിലാകില്ല. അനവധി ആളുകൾ ആ ഇരുട്ടത്ത് യഥാർത്ഥത്തിൽ ആ ചോദ്യം ചെയ്യൽ വീക്ഷിക്കുകയാണ്. വളരെ സമർത്ഥനായ ഒരാളാണ് യഥാർത്ഥത്തിൽ ആ ചോദ്യം ചെയ്യൽ മെക്കാനിസത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ വളരെ വളരെ ടാക്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ആ ഇരുട്ടത്ത് ആ രാത്രിയിൽ ആ ചെറുപ്പക്കാരനെയും ആ പ്രായമുള്ള മനുഷ്യനെയും തേടി വരുമ്പോൾ പ്രായമുള്ള മനുഷ്യൻ ആ ഡെസ്കിലേക്ക് കുനിഞ്ഞിരിക്കുകയാണ്. അയാൾ ഒന്നും പറയാൻ തയ്യാറല്ല. പക്ഷേ സമയം മുന്നോട്ട് പോയതും ആ ചെറുപ്പക്കാരൻ പതുക്കെ അയഞ്ഞുറങ്ങി. അയാളോടായി ആ ചോദ്യം ചെയ്യുന്ന ആൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് KYKലിന്റെ ശക്തി കേന്ദ്രമായ സുഗുരുവിൽ ഒരു അറ്റാക്ക് നടത്തിയത്? NSCN ഒരു ആക്രമണം നടത്തിയതിന്റെ കാരണത്തെക്കുറിച്ച് ചോദിച്ചതും അവൻ പതുക്കെ പതറി തുടങ്ങി. അവന്റെ ഉത്തരങ്ങൾ ക്രമമായി വന്നു തുടങ്ങി. 97-ൽ NSCNും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം NSCNകാരെ അറ്റാക്ക് ചെയ്യാനോ അവരെ ചെക്ക് ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ആർമി ശ്രമിച്ചിട്ടില്ല. വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ആ നോർത്ത് ഈസ്റ്റിൽ വേണമെന്നുള്ളത് കൊണ്ടാണ് അന്നത്തെ ഐക്യ ഗുജറാത്ത് മന്ത്രിസഭ മുൻകൈയെടുത്ത് ആ കരാറ് ഒപ്പിട്ടത്. ആ കരാറ് ഈ 2009-ലും നിലനിൽക്കുകയാണ്. മൻമോഹൻ സിംഗ് സർക്കാരിനും ആ കരാറിൽ വലിയ താല്പര്യമുണ്ട്. ആ കരാറിന്റെ പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിൽ വലിയ കുഴപ്പങ്ങളില്ലാത്തത്. നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി പോലെ തന്നെയുള്ള ഒരു സംഘടനയാണ്. അതിന്റെ തലപ്പത്ത് നമ്മുടെ ചീഫ് മാർഷൽ പോലെ ഒരാള്, അതിന് താഴെ ആർമി ജനറൽമാർ, അതിന് താഴെ അതാത് തസ്തികയ്ക്കനുസരിച്ചും ഏരിയക്കനുസരിച്ചും ആർമിയിൽ കാണുന്ന പോലുള്ള പേരുകളുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ശരിക്കും ആ തട്ടിലേക്ക് താഴ്ന്ന മുകളിലേക്ക് ആളിൽ കടന്നു കയറുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടിയാണ്. ആർമിയിൽ ഒരു സാധാരണ ജവാൻ വളർന്ന് ഒത്തിരി മുകളിലേക്ക് എത്തുമ്പോൾ ക്യാപ്റ്റനായി കയറുന്ന ആള് വളർന്ന് അങ്ങ് ഏറ്റവും ടോപ്പൂര് എത്തുമല്ലോ. അതുപോലെ തന്നെ ഇവിടെയും ആ ശൈലിയിലുള്ള പ്രൊമോഷൻസ് ഒക്കെ ഉണ്ട്. ആ പ്രൊമോഷനെ അതുകൊണ്ട് തന്നെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഈ NSCNലെ ആളുകൾ നോക്കിക്കാണുക. മുകളിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞാൽ അത് അക്ഷരം പ്രതി അവർ പാലിച്ചിരിക്കും. ഒരു ആർമി ചിട്ട അവർക്കുണ്ടെന്ന് അർത്ഥം. ആ ആർമി ചിട്ട ഉള്ള കാര്യം ഈ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന ആളിന് അറിയാം. അദ്ദേഹം
ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, അവിടെ ഏത് ടീമാണ് അറ്റാക്ക് ചെയ്തത്? അത് NSCN കമ്പനി തീട്ടിയാണ്. NSCN ആ സേനയെ വിവിധ കമ്പനികളായി തിരിച്ചിട്ടുണ്ട്. അതില് കമ്പനി 30 എന്നറിയപ്പെടുന്ന കമ്പനിയുടെ ആളുകളാണ് ആ ആർമി ക്യാമ്പിൽ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. KYKL ആ ശക്തി കേന്ദ്രത്തിൽ NSCN ആളുകൾ രഹസ്യമായി അറ്റാക്ക് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആർമിയുടെ ശ്രദ്ധ KYKL തിരിയും. KYKL ഇല്ലാതാക്കാൻ ആർമി ബോധപൂർവ്വം ശ്രമിക്കും. മണിപ്പൂരിൽ പല മേഖലകളിലും ഈ KYKL ശക്തമായി വരുന്നത് NSCN സംബന്ധിച്ചിടത്തോളം ഒരു ത്രട്ടാണ്. NSCN അധികാരത്തെ വളർന്നു വരുന്ന KYKL ചോദ്യം ചെയ്യും. അത് മനസ്സിലാക്കിയ കമാൻഡ് 30 ചുമതലക്കാരോ ആണ് ആ ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് മനസ്സിലായതും ആ ചോദ്യം ചെയ്യുന്ന ആള് ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, നിങ്ങളുടെ ലീഡർ ഐസക് ചിഷിസുവിന് ഇതറിയാമോ? നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡിന്റെ അനിശ്ചിതനായ നേതാവാണ് ഐസക് ചിഷിസു. അദ്ദേഹം അറിയാതെ ഒരു കാര്യവും ആ സംഘടനയിൽ സംഭവിക്കില്ല. അതുകൊണ്ടാണ് ആ ഇൻട്രോഗേറ്റർ ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, ലീഡർക്ക് അറിയില്ല. ലീഡർ അറിയാതെ ഈ ഓപ്പറേഷൻ നടന്നു. ആരാ അതിന് നേതൃത്വം കൊടുത്തത്? ആ തീരുമാനമെടുത്തത് ഞങ്ങളുടെ ബ്രിഗേഡിയർ കമാൻഡറാണ്. ബ്രിഗേഡിയർ കമാൻഡറോ? ആള് എവിടെയാ സെറ്റിൽ ചെയ്തിരിക്കുന്നത്? സർ, അദ്ദേഹം സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഡിമാപൂരിലാണ്. ഡിമാപൂർ മേഖലയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന NSCN ബ്രിഗേഡിയർ കമാൻഡറാണ് ആ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തത്. ഡിമാപൂരിൽ ബേസ് ഉള്ള ആഗങ് സുമി എന്ന ആ ബ്രിഗേഡിയർ കമാൻഡറാണ് ലീഡർ പോലും അറിയാതെ ആ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ വിവരം മിലിറ്ററി പല തലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മിലിറ്ററി ഇന്റലിജൻസിന്റെ ഭാഗമായ ലിമയും സംഘവും കേണൽ അജയ് സിംഗിന്റെ ഉത്തരവ് പ്രകാരം ദിമാപൂരിലേക്ക് താമസം മാറ്റുന്നതും ആ സമയത്താണ്. ദിമാപൂർ പട്ടണത്തിന് സമീപത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയ ലിമയ്ക്കൊപ്പമുള്ള ആളുകളും ആ നാട്ടിലെ ആളുകളുടെ വേഷം ധരിച്ചുകൊണ്ട് ദിമാപൂരിൽ പതുക്കെ കറങ്ങി നടന്നു തുടങ്ങി. ആ കറങ്ങി നടക്കുന്നതിനിടയിൽ അവര് പല ഇൻഫർമേഷനും കളക്ട് ചെയ്തു തുടങ്ങി. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ച ഇൻഫർമേഷനുമായി ലിമ കേണൽ അജയ് സിംഗിന്റെ മുന്നിലെത്തി. ആഗ്നോസുമിയെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷനാണ് ഏജന്റ് ലിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ആ ഇൻഫർമേഷനൊക്കെ ലിമ ഒരു ഫയലിലാക്കി കേണൽ അജയ് സിംഗിന്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. ബ്രിഗേഡിയർ ആഗ്നോസുമ 14ാമത്തെ വയസ്സിലാണ് നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡിന്റെ ഭാഗമായത്. ഇപ്പോൾ അയാൾക്ക് 45 വയസ്സാണ് പ്രായം. ഈ 14 വയസ്സിൽ നിന്ന് 45 വയസ്സിലേക്കുള്ള ആ യാത്രക്കിടയിൽ ഒരു തികഞ്ഞ പോരാളിയായി ആഗ്നോസുമ മാറിയിട്ടുണ്ട്. കൗശലത്തിലൂടെ ഇന്ത്യൻ ആർമിയെ വിറപ്പിക്കാൻ വല്ലാത്തൊരു മിടുക്ക് ഈ ആഗ്നോസുമയ്ക്കുണ്ട്. ശരിക്കും ഒരു ഷാർപ്പ് ഷൂട്ടറാണ് ആഗ്നോസുമ. ആയുധം ഉപയോഗിക്കുന്നതിലും കൗശലത്തോടെ ആളുകളെ വീഴ്ത്തുന്നതിലും മാത്രമല്ല, ആളുകളെ കൊന്നൊടുക്കുന്നതിലും വല്ലാത്തൊരു കൃത്യത ആഗ്നോസുമയ്ക്കുണ്ട്. അക്കാര്യത്തിൽ അയാൾ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും എതിരാളിയോട് കാണിക്കത്തില്ല. നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ ഡയലോഗൊന്നും ആഗ്നോസുമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എതിരാളിയെ സ്പോട്ടിൽ കിട്ടിയാൽ ആ നിമിഷത്തിൽ അയാളെ അവസാനിപ്പിക്കും. ആഗ്നോസുമ ശരിക്കും ഒരു പ്രൊട്ടക്റ്റഡ് ടീമിന് ഉള്ളിലാണ് കഴിയുന്നത്. നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡും അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറ് നിലവിലുള്ളത് കൊണ്ട് പരസ്യമായിട്ട് തന്നെയാണ് ആ NSCN ബ്രിഗേഡിയർ കമാൻഡർ ദീമാപൂരിൽ താമസിക്കുന്നത്. അയാൾ ടൗണിലേക്ക് വരാറുണ്ട്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്, അയാളുടെ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിലേക്ക് അയാൾ പങ്കെടുക്കാറുണ്ട്. ആ ബ്രിഗേഡിയർ സുമയാണ് ശരിക്കും ഇവിടെ നമ്മുടെ പട്ടാളം നോട്ടമിടേണ്ടത്. ഏജന്റ് ലിമ അത്തരത്തിലുള്ള ഒരു ആവശ്യമായിട്ടാണ് കേണൽ അജയ് സിംഗിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ബ്രിഗേഡിയർ സുമയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്ത് വന്നിരിക്കുന്ന ഏജന്റ് ലിമയ്ക്ക് വേണ്ടത് ഒരു ഉത്തരവാണ്. ആ ഉത്തരവ് കിട്ടിയാൽ തന്റെ കമാൻഡേഴ്സുമായി ആ ബ്രിഗേഡിയർ സുമയെ നേരിടാമെന്നാണ് ഏജന്റ് ലിമ അജയ് സിംഗിനോട് പറയുന്നത്. ഏജന്റ് ലിമയുടെ ആവശ്യം കേട്ട് കഴിഞ്ഞതും കേണൽ അജയ് സിംഗ് അദ്ദേഹത്തിന്റെ ഹയർ ഓഫീഷ്യൽസിനെ വിളിച്ചു. അവരോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പരിചയമുള്ള പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലെ ഒരു സ്റ്റാഫിനെ വിളിച്ചു. PMO ഓഫീസുമായിട്ട് ഒരു ബന്ധം അജയ് സിംഗ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിലെ ഈ മിലിറ്ററി ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളെന്ന നിലയിൽ ആ കാര്യങ്ങൾ PMO ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം അജയ് സിംഗിനുണ്ട്. അജയ് സിംഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് ഉന്നയിച്ചത്. NSCN 30 കമാൻഡിന്റെ ചുമതലക്കാരനായ ബ്രിഗേഡിയർ ആഗ്നോസുമയെ അവസാനിപ്പിക്കാനുള്ള ഉത്തരവ് കേണൽ അജയ് സിംഗിന്റെ ടീമിന് കൊടുക്കണം. കാര്യം കേട്ടതും PMO ഓഫീസ് അപ്പോൾ തന്നെ നോ എന്ന് ഉത്തരവാ കൊടുത്തത്. പറ്റില്ല, ഒരു കാരണവശാലും ആഗ്നോസുമയെ തൊടാൻ പാടില്ല. ആഗ്നോസുമയെ ഇന്ത്യൻ പട്ടാളം അറ്റാക്ക് ചെയ്താൽ ആ നിമിഷത്തിൽ ആ ഉടമ്പടി റദ്ദാവും. ഉടമ്പടി റദ്ദായാൽ പിന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ കലാപ കലുഷിതമാവും. NSCN
അവിടെ ആ നാഗാലാൻഡിലും മണിപ്പൂരിലും സമീപത്തുള്ള മിസോറാമിലും മേഘാലയയിലും ഒക്കെ വൻ സ്വാധീനമുണ്ട്. PS സംഗ്മയുടെ നിരന്തരമായ ഇടപെടൽ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഐക്യ ഗുജറാത്ത് മന്ത്രിസഭയ്ക്ക് കരാർ ഒപ്പിടിക്കാൻ പറ്റിയത്. ആ കരാർ റദ്ദായാൽ പിന്നെ അത്തരത്തിലുള്ള കരാറിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. അതിനിടയിൽ ഇരുഭാഗത്തുമായി ഒരുപാട് ആളുകളുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വരും. PMO ഓഫീസ് വളരെ വ്യക്തമായിട്ടും ആ കാര്യം കേണൽ അജിത് സിംഗിനെ ധരിപ്പിച്ചു. അതോടൊപ്പം ചില കാര്യങ്ങൾ കൂടി അജിത് സിംഗിനോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞതും അജിത് സിംഗ് ഫോൺ കട്ട് ചെയ്ത് ഏജന്റ് ലിമയോട് പറഞ്ഞു, ലിമ, PMO ഓഫീസ് സമ്മതിക്കുന്നില്ല. ആഗ്നസ് സുമയെ ഒരു കാരണവശാലും ആക്രമിക്കാൻ പാടില്ലെന്നാണ് PMO പറയുന്നത്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ആ ഓഫീസ് ആ ശൈലിയിൽ ഉത്തരവ് കൊടുത്താൽ പിന്നെ അതിനെ ലംഘിക്കുവാൻ സ്വാഭാവികമായിട്ടും മിലിറ്ററിക്ക് പറ്റില്ല. തന്റെ നിസ്സഹായ അവസ്ഥ അജിത് സിംഗ് ഏജന്റ് ലിമയുടെ മുന്നിൽ തുറന്നു വയ്ക്കുകയാണ്. അത് കേട്ടതും ലിമ സീറ്റിൽ നിന്ന് എണീക്കാൻ പോയതും അജിത് സിംഗ് ലിമയോട് പറഞ്ഞു, പക്ഷേ PMO ഓഫീസ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മുറിക്ക് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയ ലിമ അത് കേട്ടതും അവിടെ നിന്നു. കേണൽ അജിത് സിംഗിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കിയ ലിമയോടായി കേണൽ അജിത് സിംഗ് പറഞ്ഞു, ലിമ, ഇന്ത്യക്ക് പുറത്തു വെച്ച് ആരുടെയെങ്കിലും അറ്റാക്കിൽ ആ ആഗ്നസ് സുമ കൊല്ലപ്പെട്ടാൽ നമ്മൾ ആരും പഴിചാരില്ലല്ലോ. PMO ഓഫീസ് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായും അജിത് സിംഗിനെ ധരിപ്പിച്ചുവെന്ന് ആ വാക്കുകൾ വിളിച്ചു പറയുകയാണ്. ഇന്ത്യക്കുള്ളിൽ വെച്ച് ഒരു കാരണവശാലും NSCNന്റെ ആളുകൾ അറ്റാക്ക് ചെയ്യപ്പെടാൻ പാടില്ല. ഇന്ത്യക്ക് പുറത്തു വെച്ച് ആരെങ്കിലും NSCNന്റെ ആളുകളെ അറ്റാക്ക് ചെയ്താൽ അതിൽ ഇന്ത്യൻ ആർമിയെ കുറ്റപ്പെടുത്താനോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ കുറ്റപ്പെടുത്താനോ ആർക്കും പറ്റത്തുമില്ല. കേണൽ അജിത് സിംഗ് പറഞ്ഞ ആ വാക്കുകൾ കേട്ടതും ലിമ വീണ്ടും കേണൽ അജിത് സിംഗിന്റെ മുന്നിൽ വന്നിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് തുടർന്ന് ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്യുകയാണ്. ഏജന്റ് ലിമയ്ക്ക് ഇപ്പോൾ ചില കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് ആഗ്നസ് സുമയെ കുറിച്ച് അറിയാം. ആഗ്നസ് സുമ പണം ഉണ്ടാക്കുന്നത് ഡ്രഗ്സ് വിറ്റാണ്. മണിപ്പൂർ മേഖലയിൽ വൻതോതിൽ ഡ്രഗ്സിന്റെ ഉൽപാദനമുണ്ട്. കുക്കു സ്വാധീന മേഖലകളിൽ ആ ശൈലിയിൽ ഡ്രഗ്സിന്റെ ഉൽപാദനം നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ അടുത്ത കാലത്ത് അവിടെ ആ കലാപം ഉണ്ടായത്. ഈ KYKLകാരാണെങ്കിൽ ഏതാണ്ട് പൂർണ്ണമായും മെയ്തി വിഭാഗക്കാരാണ്. NSCNകത്താണെങ്കിൽ നാഗ വംശജരാണ് കൂടുതൽ. നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ്, അതാണല്ലോ NSCN. അവർക്ക് നാഗാലാൻഡും മണിപ്പൂരിന്റെ നാഗ മേഖലയും മറ്റ് സ്റ്റേറ്റുകളിലെ നാഗ മേഖലയും ചേർത്ത് നാഗന്മാരുടേതായ ഒരു രാജ്യം ഉണ്ടാക്കണം, ഒരു സ്വതന്ത്ര രാജ്യം. ഈ KYKലാണെങ്കിൽ മെയ്തികളുടേതായ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതേസമയത്ത് ഇത് രണ്ടിലും പെടാത്ത കുക്കിക്കാർക്ക് അവരുടേതായ ഒരു സാമ്രാജ്യം വേണം. അങ്ങനെ വ്യത്യസ്ത എത്നിക് സ്വഭാവമുള്ള ആളുകൾ ഒരുപാടുള്ള ഒരു മേഖലയാണ് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ പ്രധാന വരുമാനമായി ഡ്രഗ്സ് മാറി തുടങ്ങിയിരിക്കുകയാണ്. ആ ഡ്രഗ്സ് വിൽപ്പനയിൽ 30 കമാൻഡിനെ നേതൃത്വം കൊടുക്കുന്ന ബ്രിഗേഡിയർ ആഗ്നസ് സുമയ്ക്ക് ശരിക്കും പങ്കുണ്ട്. ആ കാര്യം കേണൽ അജിത് സിംഗിനോട് റിപ്പോർട്ട് ചെയ്ത ഏജന്റ് ലിമ ഒരു കാര്യം കൂടി അജിത് സിംഗിനോട് പറഞ്ഞു, പക്ഷേ ഈ ബ്രിഗേഡിയർ ഡ്രഗ്സ് ഉപയോഗിക്കില്ല. ഡ്രഗ്സ് ഉപയോഗിക്കില്ലെന്ന് മാത്രമല്ല, അയാൾ പുകവലിക്കത്തുമില്ല. അയാൾ ഒരു തരത്തിലുള്ള സ്മോക്കിംഗ് ആക്ടിവിറ്റിക്കും വിധേയനല്ല. അതിനു പുറമെ ഒരു കാര്യം കൂടി ഉണ്ട് സാർ, അയാൾ മദ്യപിക്കത്തുമില്ല, ആൽക്കഹോൾ ഉപയോഗിക്കില്ല, സ്മോക്കിംഗ് ഇല്ല. പിന്നെ എന്താണ് അയാൾക്ക് താല്പര്യമുള്ള വിഷയമെന്ന് അജിത് സിംഗ് ചോദിച്ചപ്പോൾ ഏജന്റ് ലിമയ്ക്ക് അതിന് ഉത്തരവുണ്ട്. സാർ, ഞാൻ തിരക്കി അറിഞ്ഞ ഒരു കാര്യം, അയാൾക്ക് ആയുധങ്ങളിൽ ശരിക്കും താല്പര്യമുണ്ടെന്നാണ്. ആയുധ വിൽപ്പന അയാളുടെ ഒരു ഇഷ്ടവിനോദമാണ്. അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് ആയുധം അകത്ത് കൊണ്ടുവന്ന് ഇന്ത്യയിലെ വിവിധ ശൈലിയിലുള്ള തീവ്രവാദികൾക്ക് വിൽക്കുന്ന ഒരു ബിസിനസ് ഈ ആഗ്നസ് സുമയ്ക്കുണ്ട്. വൻതോതിൽ ആയുധം കടത്താൻ കഴിയുന്ന ഒരു പോറസ് ബൗണ്ടറിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മ്യാൻമാർ അതിർത്തി. അവിടെ ഈ മതിൽ കെട്ടിയോ വേലി കെട്ടിയോ അതിർത്തി തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സാധ്യമല്ല. അങ്ങനെ കെട്ടണമെങ്കിൽ വൻതോതിൽ സംവിധാനങ്ങൾ വേണം, അത് കാവൽ നിൽക്കാൻ അതുപോലെ ആളുകളും വേണം. ഒരു വൻ സേന തന്നെ അവിടെ വേണമെന്നർത്ഥം. ഈ മേഖലയിൽ കിഴക്കാൻ തൂക്കായ കുഴികളുണ്ട്, വൻ ക്ലിഫുകളുണ്ട്. ആ കിഴക്കാൻ തൂക്കായ കുഴികളിലൂടെ അപ്പുറം ഇപ്പുറം പോകാൻ എളുപ്പമാണ്. അവിടെയൊക്കെ ചെന്ന് കാവൽ നിൽക്കാൻ പട്ടാളക്കാരെ നിർബന്ധിക്കാനും പറ്റില്ല. അത് ആത്മഹത്യാപരമാണ്. എപ്പോൾ വേണമെങ്കിലും വൻതോതിലുള്ള അപകടം സംഭവിക്കും. ആ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടാണ് യഥാർത്ഥത്തിൽ കള്ളക്കടത്ത് അവിടെ വ്യാപകമായി നടക്കുന്നത്. ആയുധ വിൽപ്പനയിൽ താല്പര്യമുള്ള ആ ആഗ്നസ് സുമയ്ക്ക് ഒരു വീക്ക്നെസ് എന്നാലുണ്ട്. അത് അയാളെ രഹസ്യമായി നിരീക്ഷിച്ച് ഏജന്റ് ലിമ കണ്ടുപിടിച്ചിട്ടുണ്ട്. സുന്ദരികളായ സ്ത്രീകളെ മാർക്കറ്റിലും അതുപോലെ കടകളിലും കാണുമ്പോൾ ആഗ്നസ് സുമ സശ്രദ്ധം വീക്ഷിക്കുന്നത് രഹസ്യമായി ഏജന്റ് ലിമ നോക്കി കണ്ട കാര്യമാണ്. സുന്ദരികളെ കാണുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഒരു പുഞ്ചിരി വിരിയാറുണ്ട്. ഒരു
ചെറിയ കോഴിയുടെ ലക്ഷണം ആ ബ്രിഗേഡിയറിൽ കണ്ട കാര്യം കേണൽ അജയ് സിംഗിനോട് ലിമ സൂചിപ്പിച്ചതും അജയ് സിംഗ് ലിമയോട് പറഞ്ഞു, ലിമ നമുക്ക് ആ വിഷയത്തിൽ പിടിച്ചു കയറാം. അങ്ങനെ അജയ് സിംഗ് പറഞ്ഞതും അജയ് സിംഗും ലിമയും ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഏജന്റ് ലിമയെ കാണുന്നത് ടെല്ലവീവിലാണ്. ഇസ്രയേലിലെ ടെല്ലവീവിലെ ഒരു റെസ്റ്റോറന്റിൽ ലിമ ഒരു സുന്ദരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീക്ഷ്ണമായ കണ്ണുകളുള്ള അതിസുന്ദരിയായ ആ യുവതി ലിമയുടെ കണ്ണുകൾ നോക്കി സംസാരിക്കുകയാണ്. ഷെറി രാംസെ എന്ന സുന്ദരിയെ ഏജന്റ് ലിമ പരിചയപ്പെടുന്നത് അയാളുടെ ഇസ്രയേലിലെ പരിശീലന കാലത്താണ്. മിലിറ്ററിയുടെ ഭാഗമായിരുന്ന സമയത്ത് ഏജന്റ് ലിമയെ കമാൻഡോ പരിശീലനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഇസ്രയേലിലാണ് പരിശീലനം കൊടുക്കുക. ആ പരിശീലന കാലഘട്ടത്തിലാണ് ഈ ഷെറി രാംസെയുമായി ഏജന്റ് ലിമ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തത്. ഷെറി രാംസെ മൊസാദിന് വേണ്ടി കിടിലം ചാരപ്രവൃത്തികൾ നടത്തിയിട്ടുള്ള ഒരു സൂപ്പർ താരമാണ്. അവരിപ്പോ എക്സ് മൊസാദ് ആണെന്ന് പറയാം. മൊസാദിൽ നിന്ന് വിട്ടതിന് ശേഷം സ്വതന്ത്രമായി ലോകത്തുള്ള വിവിധ ഏജൻസികൾക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന ഒരു കലാപരിപാടിയാണ് ഷെറി രാംസെക്കുള്ളത്. ഒരു അടിപൊളി കമാൻഡോയാണ്, അതുപോലെ തന്നെ അടിപൊളി സുന്ദരിയുമാണ്. ഷെറി കാര്യങ്ങൾ ലിമയോട് ചോദിച്ചതും ലിമ ഷെറിയോട് പറഞ്ഞു, ഷെറി എനിക്ക് നിന്റെ സഹായം വേണ്ടത് ഇന്ത്യയിൽ നിന്ന് ഒരാളെ പുറത്തെത്തിക്കാനാണ്. ലിമ ആ ആളാരാണ്? ഷെറി അയാളുടെ പേര് ആഗ്നൂസ് സുമേ എന്നാണ്. അയാള് ഇന്ത്യക്കകത്ത് ഒരു പ്രത്യേക രാജ്യം സ്ഥാപിക്കാനായി നാഗന്മാർ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സംഘടനയുടെ ഒരു ബ്രിഗേഡിയറാണ്. NSCN എന്ന സംഘടനയുടെ ബ്രിഗേഡിയർ. അയാൾ തികച്ചും അപകടകാരിയാണ്. അയാളുടെ കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യക്ക് പുറത്ത് ഷെറി ഒന്ന് എത്തിച്ചേരണം. ലിമ തന്റെ ആവശ്യം ഷെറിക്ക് മുന്നിൽ വ്യക്തമാക്കിയതും ഷെറി ലിമയോട് പറഞ്ഞു, ഓക്കെ, പക്ഷെ ലിമ അതിന് ശരിക്കും ഉയർന്ന പ്രതിഫലം വേണ്ടി വരും. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവളുടെ പ്രതിഫലം ലിമയോട് പറഞ്ഞു. അവളുടെ പ്രതിഫലം ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.5 കോടി രൂപയാണ്. 1.5 കോടി രൂപ എന്ന് കേട്ടപ്പോൾ ലിമ ശരിക്കും ഞെട്ടി. ലിമയ്ക്ക് കേണൽ അജയ് സിംഗ് കൊടുത്തിരിക്കുന്ന ആ ഓഫർ അതിനേക്കാൾ വളരെ താഴെയാണ്. പക്ഷേ മുന്നിലിരിക്കുന്ന ഷെറി രാംസെയുടെ കപ്പാസിറ്റിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ലിമ ആ നിമിഷത്തിൽ തന്നെ കേണൽ അജയ് സിംഗിനെ വിളിച്ചു. അജയ് സിംഗിനോട് ഏജന്റ് ലിമ 1.5 കോടി രൂപയുടെ കാര്യം പറഞ്ഞപ്പോൾ അജയ് സിംഗ് ഞെട്ടി. അദ്ദേഹത്തിന് സാങ്ഷൻ ചെയ്യാൻ കഴിയുന്ന ബഡ്ജറ്റ് അല്ല ആ 1.5 കോടി രൂപ എന്നുള്ളത്. എമൗണ്ട് കേട്ട് ഞെട്ടിയെങ്കിലും അജയ് സിംഗ് ലിമയോട് പറഞ്ഞു, ലിമ നീ ഫോൺ വെക്ക്, ഞാൻ അല്പസമയം കഴിഞ്ഞ് നിന്നെ തിരിച്ചു വിളിക്കാം. ലിമയുടെ ഫോൺ കട്ട് ചെയ്ത കേണൽ അജയ് സിംഗ് അദ്ദേഹത്തിന്റെ മേലധികാരികളെ ബന്ധപ്പെട്ടു. NSCNന്റെ ബ്രിഗേഡിയർ ആഗ്നൂസ് സുമയെ ഇന്ത്യയിൽ നിന്ന് പുറത്തെത്തിക്കാനായി കൊടുക്കേണ്ട തുക 1.5 കോടി രൂപയാണെന്ന് അജയ് സിംഗ് മോളോട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ പലർക്കും ഒരു മടി. പക്ഷേ അജയ് സിംഗ് കാര്യങ്ങൾ വിശദമാക്കിയപ്പോൾ അവസാനം ആ എമൗണ്ട് സാങ്ഷൻ ചെയ്യാൻ അവർ തീരുമാനിച്ചു. അജയ് സിംഗിനോട് ഏജന്റ് ലിമ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തുകയുടെ പകുതി അഡ്വാൻസ് ആയിട്ട് ഷെറി രാംസെക്ക് കൊടുത്താൽ മാത്രമേ ഷെറി രാംസെ ഇസ്രയേലിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തൂ. ആ അഡ്വാൻസ് എമൗണ്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അവള് കുവൈറ്റിൽ നൽകുന്ന ഒരു അക്കൗണ്ട് നമ്പറിലേക്കാണ്. ഷെറി രാംസെയും ഏജന്റ് ലിമയും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജയ് സിംഗ് ഏജന്റ് ലിമയെ തിരിച്ചു വിളിച്ച് കാര്യങ്ങൾ ഓക്കെ ആണെന്ന് സമ്മതിച്ചു. അന്ന് തന്നെ ഷെറി രാംസെയുടെ കുവൈറ്റിലെ അക്കൗണ്ടിലേക്ക് ആ പണത്തിന്റെ പകുതി ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്തു. കൃത്യം 48 മണിക്കൂർ കഴിഞ്ഞതും ഷെറി രാംസെ ദില്ലിയിൽ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അവിടെ നിന്ന് ദിമാപൂറിലേക്കുള്ള ട്രെയിനിൽ കയറിയ ഷെറി ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തപ്പോൾ അവളെ കാത്ത് ലിമയുടെ ജീപ്പ് നിൽപ്പുണ്ട്. ലിമ ഏർപ്പാടാക്കിയിരിക്കുന്ന ആളുകൾ ദിമാപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഷെറി രാംസെയെ ലിമയുടെ സങ്കേതത്തിലെത്തിച്ചു. അവിടെ ഷെറി എത്തുമ്പോൾ അനവധി ഇൻഫർമേഷൻ ഈ ആഗ്നൂസ് സുമയെക്കുറിച്ച് മേശപ്പുറത്ത് നിരത്തിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ചുവരുകളിൽ ആഗ്നൂസ് സുമയെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. ആ ചിത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഒന്ന് കണ്ണോടിച്ച ഷെറി രാംസെയുടെ കണ്ണുകൾ അവസാനം ഒരു ചെറുപ്പക്കാരിൽ വന്ന് പതിഞ്ഞു. ആ ചെറുപ്പക്കാരുടെ ഫോട്ടോയിലേക്ക് നോക്കിയ ഷെറി ലിമയോട് ചോദിച്ചു, ലിമ ഇതാരാണ്? ഇത് ആഗ്നൂസ് സുമയുടെ മകളാണ്. അവള് ദിമാപൂരിൽ ഒരു ചെറിയ ബിസ്ട്രോ നടത്തുകയാണ്. ബിസ്ട്രോ എന്ന് പറഞ്ഞാൽ ചെറിയ ചായക്കടയാണ്, ഒരു കുഞ്ഞ് റെസ്റ്റോറന്റ് എന്ന് പറയാം. ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയ ഷെറി രാംസെ ലിമയോട് പറഞ്ഞു, ലിമ ഞാൻ ഇനി ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്തോളാം, ആരും എന്നെ നിയന്ത്രിക്കാൻ വരേണ്ട ആവശ്യമില്ല. മൈക്രോ ലെവൽ മാനേജ്മെന്റ് എന്നും
ഷെറി രാംസയ്ക്ക് വേണ്ട എന്നാണ് ഷെറി ലിമയോട് പറഞ്ഞത്. അത് ഇത് അങ്ങനെ തുടങ്ങിയ ഒരു നിർദ്ദേശങ്ങൾക്കും വഴങ്ങാൻ അവള് തയ്യാറല്ല എന്ന് വ്യക്തം. ഷെറിയുടെ സ്വഭാവത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ലിമ അപ്പോൾ തന്നെ ആ കാര്യം സമ്മതിക്കുകയും ചെയ്തു. ദിമാപൂരിൽ താമസം ഉറപ്പിച്ച ഷെറി രാംസെ ഭക്ഷണം കഴിക്കാനായി തിരഞ്ഞെടുക്കുന്നത് തോഷി നടത്തുന്ന ആ ഡിസ്ട്രോയിലാണ്. ആഗ്നസ് സുമയുടെ മകൾ തോഷി എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ വരുന്ന ഷെറി രാംസയെ കൗതുകത്തോടെയാണ് നോക്കുക. അവളുടെ കടയിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ ലേഡി ഒരു ഫോറിൻ വനിതയാണ്. അവരെ കണ്ടാൽ തന്നെ അറിയാം അവര് ആ നാട്ടുകാരി അല്ലാന്ന്. ധാരാളം ടൂറിസ്റ്റുകൾ നോർത്ത് ഈസ്റ്റിൽ പല രാജ്യങ്ങളിൽ നിന്നും എത്താറുണ്ട്. ടൂറിസ്റ്റുകളായി എത്തുന്ന ആളുകളിൽ രണ്ട് വിധമുണ്ട്. ചിലർ അതാത് നാടുകളിലെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കും, ചിലരാണെങ്കിൽ അവരുടെ ഭക്ഷണം ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഇവിടെ ഈ ടൂറിസ്റ്റ് ആണെങ്കിൽ ആ ദിമാപൂരിന്റെ അല്ലെങ്കിൽ മണിപ്പൂരിന്റെയും നാഗാലാൻഡിന്റെയൊക്കെ സ്വന്തം എന്ന് പറയുന്ന ഭക്ഷണമാണ് വാങ്ങിച്ചു കഴിക്കുന്നത്. അത് സ്വാഭാവികമായും തോഷിക്ക് ഒത്തിരി ഇഷ്ടമായി. ദിവസവും ഭക്ഷണം കഴിക്കാൻ വരുന്ന ഷെറിയോട് 2 ദിവസം കൊണ്ട് തന്നെ തോഷി അടുപ്പത്തിലുമായി. ക്യാഷിൽ പണമടയ്ക്കാൻ വരുമ്പോൾ തോഷിയോട് സംസാരിക്കാനും ഷെറി ഇതിനിടയിൽ സമയം കണ്ടെത്തി. അവരുടെ ആ സൗഹൃദം പതുക്കെ പതുക്കെ വളർന്നു തുടങ്ങി. ആ കടയിലെ ഭക്ഷണങ്ങളൊക്കെ ശരിക്കും ടേസ്റ്റ് ഉള്ളതാണെന്നും ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് താനിപ്പോ ഈ ദിമാപൂരിൽ തങ്ങുന്നെന്ന് വരെ ഷെറി തോഷിയോട് പറയുകയും ചെയ്തു. അതൊക്കെ കേട്ടപ്പോൾ തോഷിക്ക് വലിയ സന്തോഷം. ഷെറിയോട് അല്പനേരം സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പോലും അറിയാതെ ഒരു അടുപ്പം ഷെറിയോട് ഉണ്ടാവും. തോഷിക്കും ഷെറിയോട് അങ്ങനെ ഒരു അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു വ്യാഴാഴ്ച ഈ തോഷിയുടെ കടയിൽ ഒരു ഡെസേർട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഥാപാത്രമായ ഷെറി രാംസെ. അപ്പോഴാണ് തോഷി ഷെറിയോട് പറഞ്ഞു, ഏയ് ഷെറി, എൻ്റെ അച്ഛൻ ഇന്ന് വീട്ടിലുണ്ട്, വൈകുന്നേരം ഡിന്നർ വരികയാണെങ്കിൽ അച്ഛനെ പരിചയപ്പെടാം. അച്ഛൻ ശരിക്കും തിരക്ക് പിടിച്ച വ്യക്തിയാണെന്നുള്ള കാര്യം തോഷിക്ക് അറിയാവുന്നതാണ്. അച്ഛൻ വീട്ടിലുള്ളത് കൊണ്ട് ഒരു പാർട്ടി വീട്ടിൽ സംഘടിപ്പിക്കുകയാണ്. ആ പാർട്ടിയിലേക്ക് അവൾ ഷെറി കൂടി ഇൻവൈറ്റ് ചെയ്തു. ഷെറി സന്തോഷത്തോട് തന്നെ തോഷിയോട് പറഞ്ഞു, ഓക്കെ, നീ വിളിച്ച സ്ഥിതിക്ക് ഞാനും വരാം. അന്ന് വൈകുന്നേരം ഷെറി തോഷിക്കൊപ്പം അവളുടെ വീട്ടിലേക്ക് ചെന്നു. ദിമാപൂർ പട്ടണത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന സ്ഥലത്താണ് ഈ ആഗ്നസ് സുമയുടെ വീടെന്ന് പറയുന്നത്. ആ വീട്ടിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ഷെറിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വീടിന്റെ കൺസ്ട്രക്ഷനാണ്. പരമ്പരാഗത നാഗാ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടമാണെങ്കിലും എല്ലാ ആധുനിക സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി ഷെറി ശ്രദ്ധിച്ചു. വൻതോതിൽ അവിടെ കാവൽക്കാരുണ്ട്. NSCന്റെ കമാൻഡോസ് ആ കോമ്പൗണ്ടിന് കാവൽ നിൽക്കുന്നുണ്ട്. അതും പല തലങ്ങളിലായി. അവിടേക്ക് കടന്നു കയറാൻ സാധ്യതയുള്ള എതിരാളികളെ നേരിടാനുള്ള എല്ലാ സെറ്റപ്പും ആഗ്നസ് സുമ അവിടെ ഒരുക്കിയിട്ടുണ്ട്. KYKL ഒരു ത്രട്ടാണ് NSCന്റെ ലീഡേഴ്സിനെ പതിയിരുന്ന് ആക്രമിക്കുന്ന സ്വഭാവം KYKLകാർക്കുണ്ട്. വേറെയും എത്നിക് ഗ്രൂപ്പുകളുണ്ട്. ഇവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടാറുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ആഗ്നസ് സുമ എങ്ങോട്ട് പോകുമ്പോഴും ഒത്തിരി കമാൻഡോസിനെ കൂടി കൊണ്ടുപോകുന്നത്. നമ്മൾ സിനിമയിലേക്ക് കാണുന്നത് പോലെ അനവധി കമാൻഡോകളുടെ അകമ്പടിയോട് കൂടിയാണ് ആഗ്നസ് സുമ യാത്ര ചെയ്യുക. ആ ആഗ്നസ് സുമയുടെ വീട്ടിലേക്കാണ് ഷെറി രാംസെ അദ്ദേഹത്തിന്റെ മകൾ തോഷിക്കൊപ്പം എത്തിയിരിക്കുന്നത്. തോഷിയുടെ കൂട്ടുകാരി കണ്ടതും ആഗ്നസ് സുമ പുഞ്ചിരിയോട് കൂടി ആ കൂട്ടുകാരിയെ ആ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഷെറി രാംസയുടെ കയ്യിൽ പിടിച്ച് ഷേക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ ആഗ്നസ് സുമയുടെ കണ്ണുകൾ പാറി ഷെറിയുടെ മാർദ്ദത്തിൽ പതിക്കുന്നത് ഷെറിയുടെ കണ്ണുകളിൽ പെടുകയും ചെയ്തു. ആഗ്നോവിനെ കുറിച്ചുള്ള കേട്ടുകേൾവിക്ക് ഒരു അടിസ്ഥാനമുണ്ടെന്ന് ആ നിമിഷത്തിൽ തന്നെ ഷെറിക്ക് ഉറപ്പായി. ഷെറി ആ നോട്ടം കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് മുറിക്ക് ഉള്ളിലേക്ക് കയറി. വിശാലമായ ഒരു ഹാളിലേക്കാണ് ഷെറി രാംസെ കടന്നത്. അവിടെ അവരിയ്ക്കുമ്പോൾ ഷെറി ഇരിക്കുന്നതിന്റെ സൈഡിലുള്ള കസേരയിലാണ് സാക്ഷാൽ ആഗ്നസ് സുമ ഇരിക്കുന്നത്. ആഗ്നസ് സുമ ഷെറിയോട് വിശേഷങ്ങളെ ചോദിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ ഷെറിയുടെ പുറത്ത് പാറി വീഴുന്നുണ്ട്. ഷെറി അത് കാണുന്നുണ്ട്, പക്ഷെ അത് കാണാത്ത ശൈലിയിലാണ് ഷെറിയുടെ ഇരിപ്പ്. ആ സമയത്താണ് അകത്തുനിന്ന് തോഷി അരി ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ആൽക്കഹോളുമായി എത്തിയത്. അരിയെന്ന് വാറ്റിയെടുക്കുന്ന ആ ആൽക്കഹോൾ ഈ നാഗന്മാരുടെ ഒരു ഇഷ്ടപാനീയമാണ്. ഒരു പ്രത്യേക ചുവയുള്ള ആ ആൽക്കഹോൾ എല്ലാ വീടുകളിലും കാണും. അവിടെ വരുന്ന അതിഥികൾക്ക് ആ ആൽക്കഹോളാണ് അവർ ആദ്യം കൊടുക്കുക. ഒരു ചവർപ്പുണ്ടെങ്കിലും ഷെറി അത് വാങ്ങി കുടിച്ചു. സൂത്തെന്ന് പേരുള്ള ആ ഡ്രിങ്ക് ഷെറി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെറിയോടായി ആഗ്നസ് സുമ ചോദിച്ചു, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ചോദ്യം കേട്ടതും ഷെറി പറഞ്ഞു, ഞാൻ ലെബനോൻകാരിയാണ്. താൻ കുടിക്കുന്ന ആ അരി എന്നുള്ള മദ്യം അത്ര രുചികരമായിട്ട് ഷെറിക്ക് തോന്നിയില്ല എങ്കിലും ഷെറി ആ മദ്യത്തെ പുകഴ്ത്തി ആഗ്നോട് സംസാരിച്ചു. പതുക്കെ പതുക്കെ അവരുടെ സംഭാഷണം ഒരു ഫ്രണ്ട്ലി നേച്ചറിലേക്ക് കടന്നു.
അടിപൊളി ഒരു ഡിന്നറാണ് അന്ന് അവിടെ ഒരുക്കിയിരുന്നത്. ഡിന്നർ കഴിക്കുമ്പോൾ ആഗ്നസ് സുമയുടെ നോട്ടം ഷെറിയിലേക്ക് മാറി മാറി വീണു. ലെബനോനെ കുറിച്ചും അവിടെയുള്ള ടൂറിസ്റ്റ് സാധ്യതകളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നിടയിൽ ലെബനോണും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചൊക്കെ പല ചോദ്യങ്ങളും ആഗ്നസ് സുമ ചോദിക്കുകയും അതിനൊക്കെ ഷെറി രാംസെ മറുപടി പറയുകയും ചെയ്യുകയാണ്. ഒരു നല്ല റാപ്പോ അവർ തമ്മിൽ ഉണ്ടായെന്ന് തോന്നിയതും ആഗ്നസ് സുമ ഷെറിയോട് പറഞ്ഞു, ഷെറി, നീ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിക്കാം. അത് കേട്ടത് ആഗ്നസ് സുമ പറഞ്ഞു, പിന്നെന്താ, ഞാൻ ദിമാപൂരിൽ വന്നതിന് ശേഷം ശരിക്കും ഇതുപോലെ സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ആളുകളെ കണ്ടിട്ടേ ഇല്ല, ഉറപ്പായി ഞാൻ വരാം. അങ്ങനെ പറഞ്ഞ ഷെറി ശരിക്കും വാക്ക് പാലിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഷെറി അവിടെ എത്തി. ഷെറിയോട് സംസാരിക്കാൻ ഒരു 100 നാവാണ് ആഗ്നസ് സുമയ്ക്ക്. ആഗ്നസ് സുമ ആ വീടിന് ചുറ്റുമൊക്കെ നടന്ന് ഷെറി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പുറത്ത് ധാരാളം കമാൻഡോസ് ഉണ്ട്. ആ കമാൻഡോസിനൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ താൻ ഒരു സംഭവമാണെന്ന ഒരു ഫീല് ആഗ്നസ് സുമയ്ക്കും ഉണ്ട്. ആഗ്നസ് സുമയും ഷെറിയും തമ്മിലുള്ള ആ അടുപ്പം ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. തുടർച്ചയായി 4ാമത്തെ ദിവസം ഷെറി അവിടെ എത്തിയപ്പോൾ ഷെറിയോട് ആഗ്നസ് സുമ ചോദിച്ചു, അല്ല, നീ ആർക്ക് വേണ്ടിയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയാ വർക്ക് ചെയ്യുന്നത്. 1980കളിൽ ലെബനോണിൽ സ്ഥാപിതമായ ഷിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. ഇറാന്റെ സഹായത്തോടു കൂടിയാണ് അവരവിടെ രൂപീകൃതമായിരിക്കുന്നത്. ആ ഗ്രൂപ്പിന് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് ഷെറി ആഗ്നസ് സുമയോട് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് വളരെ വാചാലമായിട്ട് തന്നെ ഷെറി ആഗ്നോട് സംസാരിച്ചു. ഹിസ്ബുള്ളയിൽ അംഗമായിരിക്കുന്ന ആളുകളുടെ ജന്മദേശത്ത് നിന്ന് ഇസ്രയേൽ അവരെ ആട്ടി പുറത്താക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പാലസ്തീൻ മേഖലയിൽ നിന്ന് അവര് ഇപ്പുറത്ത് ലെബനോണിൽ വന്ന് താമസിക്കുന്നത്. അവിടെയുള്ള അവരുടെ താമസവും 82 മുതലുള്ള ഇസ്രയേൽ അറ്റാക്ക് മുതൽ ഏതാണ്ട് സുരക്ഷിതമല്ലതായിരിക്കുകയാണ്. ഇസ്രയേൽ വൻതോതിലുള്ള ഒരു അറ്റാക്കാണ് 82ൽ ബെയ്റൂട്ടിൽ നടത്തിയത്. ആയിരക്കണക്കിന് ആളുകളെയാണ് അന്ന് ഇസ്രയേൽ കൊന്നൊടുക്കിയത്. അതിനുശേഷം പല കാലഘട്ടങ്ങളിലായി ഇസ്രയേലും ഈ ഹിസ്ബുള്ളയും തമ്മിൽ ആ ലെബനോണിലെ ബെയ്റൂട്ടിലും സമീപ പ്രദേശങ്ങളിൽ വെച്ച് വൻ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആരാണ് വിജയി എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ശൈലിയിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. നാശനഷ്ടം പക്ഷെ കൂടുതൽ ഉണ്ടാകുന്നത് പലപ്പോഴും ഹിസ്ബുള്ള വിഭാഗത്തിലാണ്. ഒരു ക്ലിയർ കട്ട് വിജയം ഹിസ്ബുള്ളയ്ക്ക് മുകളിൽ നേടാൻ ഈ കാലഘട്ടത്തിലും ഇസ്രയേലിന് പറ്റിയിട്ടില്ല. ആ കാര്യമൊക്കെ ഷെറി രാംസെ ആഗ്നസ് സുമയോട് പറയുകയാണ്. ഞങ്ങൾക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഇറാനാണ്, പക്ഷെ വേണ്ടത്ര ആയുധങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ആയുധങ്ങൾ വാങ്ങാനായിട്ട് ഏതെങ്കിലും ഒരു ഡീലറെ കാണാനായി ഞാൻ ഇവിടേക്ക് വന്നത്. ഞാനൊരു വാർത്ത അറിഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥം ഇങ്ങോട്ട് വന്നത്. ഇവിടെ ആയുധങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ടെന്ന് ഒരു വാർത്ത ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും കണ്ടുകിട്ടിയാൽ അവരുമായി ബന്ധപ്പെട്ട് ആയുധം പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. ഷെറി രാംസെ അവളുടെ സന്ദർശന ഉദ്ദേശം ആഗ്നു സുമയുടെ മുന്നിൽ വ്യക്തമാക്കി. ആയുധ കച്ചവടക്കാരനായ ആഗ്നു സുമയുടെ കണ്ണുകൾ അത് കേട്ടതും ഒന്ന് തിളങ്ങി. ആയുധവും ഡ്രഗ്സുമാണ് അയാളുടെ വിൽപ്പന വസ്തുക്കൾ. അതിൽ ഇതാ ഒന്നിന് വീണ്ടും ഒരു ആവശ്യക്കാരി ഉണ്ടായിരിക്കുകയാണ്. ഇതാ തനിക്കൊരു ചാൻസ് വന്നു എന്ന് തോന്നിയതും ആഗ്നസ് സുമ ഷെറിയോട് ചോദിച്ചു, ഷെറി, നിങ്ങൾക്ക് ആവശ്യമായ ആയുധം ഞാൻ സപ്ലൈ ചെയ്താലോ? ആഗ്നു, നിങ്ങൾക്ക് അങ്ങനെ ആയുധം സപ്ലൈ ചെയ്യാൻ പറ്റുമോ? തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു വിവരം കേട്ടതിന്റെ ഒരു മുഖഭാവത്തോടു കൂടി ഷെറി രാംസെ ആഗ്നുവിനോട് ആ ചോദ്യം ചോദിച്ചു. ഉറപ്പായും പറ്റും, പക്ഷേ എനിക്ക് എൻ്റെ ലീഡേഴ്സിനോട് കാര്യമൊന്ന് വിശദമാക്കണം. അവർ സമ്മതിച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് ആയുധം സപ്ലൈ ചെയ്യാൻ പറ്റും. ആഗ്നസ് സുമ അങ്ങനെ പറഞ്ഞതും ഷെറി സന്തോഷത്തോടെ ആഗ്നസ് സുമയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു. അന്നത്തെ ഷേക്ക് ഹാൻഡ് അല്പനേരം നീണ്ടു നിന്നു എന്ന് പറയാം. ഷെറിയുടെ ആ മനോഹരമായ കൈ വിടാൻ ആഗ്നസ് സുമയ്ക്ക് ഒരു മടി. ആഗ്നസ് സുമയുടെ കയ്യിൽ ഒന്ന് തട്ടി ചിരിച്ചുകൊണ്ട് ഷെറി കൈ വിടുവിച്ചു. ചിരിച്ചുകൊണ്ട് ഷെറി ആഗ്നോട് പറഞ്ഞു, നമുക്ക് നാളെ കാണാം. ഷെറി അന്ന് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് നടന്നു പോകുന്ന ഷെറിയിൽ തന്നെയാണ് ആഗ്നുവിന്റെ കണ്ണുകൾ പൂർണ്ണമായും പതിഞ്ഞു നിൽക്കുന്നത്. അയാൾക്ക് ഷെറിയുടെ ആ ബോഡിയിൽ നിന്ന് കണ്ണെടുക്കാനേ പറ്റുന്നില്ല. ഷെറി പിറ്റേ ദിവസം എത്തി. ആ ആയുധ കച്ചവടത്തിന്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനാണ് ഷെറി എത്തിയത്. ആ സംഭാഷണം പലപ്പോഴും ഒരു കളിയും ചിരിയും കലർന്ന തമാശയിലേക്ക് മാറും. രണ്ടുപേരും തമ്മിലുള്ള അടുപ്പം ആ ആയുധ കച്ചവടം ചർച്ചയ്ക്ക് വന്നതോടുകൂടി പെട്ടെന്നങ്ങ് വർദ്ധിച്ചു. അങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആഗ്നുവും ഷെറിയും ഒന്നിച്ച് കിടക്ക പങ്കിടുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഷെറി വളരെ വിദഗ്ധമായി ആഗ്നസ് സുമയുടെ മനസ്സിലേക്ക് അങ്ങ് കുടിയേറുകയാണ്. ഇനി ഷെറി പറയുന്ന ഏത് കാര്യവും ആഗ്നസ് സുമ ചെയ്യും എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി.
ഷെറിക്കൊപ്പം കിടക്ക പങ്കിട്ട ആഗ്നസുമയ്ക്ക് ഷെറി ഏതാണ്ട് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഈ സമയത്താണ് ആയുധങ്ങളുടെ വിലയെക്കുറിച്ച് ഷെറിയും അതുപോലെ ആഗ്നുവും സംസാരിച്ചു തുടങ്ങുന്നത്. ആ ആയുധങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കേണ്ടത് ഹിസ്ബുള്ളയുടെ ലീഡർഷിപ്പാണ്. അതിനുവേണ്ടി ഒരു ഓൺലൈൻ മീറ്റിംഗ് സംഘടിപ്പിക്കാമെന്ന് ഷെറി ആഗ്നുവിനോട് പറഞ്ഞു. ഷെറിയുടെ ലാപ്ടോപ്പിലൂടെ അവളൊരു ഓൺലൈൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അവിടെ ആ സ്ക്രീൻ ഓൺ ആകുമ്പോൾ മറുഭാഗത്ത് ഹിസ്ബുള്ള ലീഡേഴ്സിനെയാണ് സാക്ഷാൽ ആഗ്നുസുമി കാണുന്നത്. ആഗ്നുസുമിയോട് സംസാരിച്ച ഹിസ്ബുള്ള ലീഡർ അയാളുടെ ആവശ്യം ഉന്നയിച്ചു. അയാൾക്ക് വേണ്ടത് RPG റോക്കറ്റ് ലോഞ്ചറുകളും അസൾട്ട് റൈഫിളുകളും പിന്നെ അമ്യൂണിഷനുമാണ്. കാര്യങ്ങൾ സംസാരിച്ചുറപ്പിച്ച് തുകയും പറഞ്ഞുറപ്പിച്ചതും സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയായി. സാധനങ്ങൾ ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും സപ്ലൈ ചെയ്യണം, അതാണ് ഹിസ്ബുള്ളയുടെ ആവശ്യം. ആ ആവശ്യം കേട്ടതും ആഗ്നസുമ അവരോട് പറഞ്ഞു, അക്കാര്യത്തിൽ പേടിക്കണ്ട, നമുക്ക് മ്യാൻമാറിൽ സപ്ലൈ ചെയ്യാം. മ്യാൻമാറിൽ എനിക്ക് ഇഷ്ടംപോലെ സപ്ലൈസ് ഉണ്ട്. അങ്ങനെ ആ കാര്യവും തീരുമാനമായി. മ്യാൻമാറിലുള്ള സപ്ലൈസ് വഴി ഹിസ്ബുള്ള ആവശ്യപ്പെടുന്ന സാധനങ്ങൾ മുഴുവൻ ആഗ്നസുമ ഹാൻഡ് ഓവർ ചെയ്യുന്നതും ആഗ്നസുമയ്ക്ക് അതിനനുസരിച്ചുള്ള പണം അവിടെ വെച്ച് തന്നെ അവർ കൊടുക്കുകയും ചെയ്യും. ആ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്തതും ഷെറി ആഗ്നുവിനോട് പറഞ്ഞു, ആഗ്നു, നിങ്ങൾ എന്ത് മനോഹരമായിട്ടാണ് അവരോട് സംസാരിച്ചത്. എനിക്ക് ഈ ഹിസ്ബുള്ള ലീഡേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ഭയമാണ്, പക്ഷെ നിങ്ങൾക്ക് ഒട്ടും ഭയം ഉണ്ടായിരുന്നില്ല. ശരിക്കും നിങ്ങളൊരു ട്രൂ ലീഡർ തന്നെയാണ്. ഷെറി, ഇതൊക്കെ എന്ത്, ഞാൻ ബ്രിഗേഡിയർ അല്ലേ, എന്റെ കീഴിൽ ഒരുപാട് ആളുകളുണ്ട്, അവരോടൊക്കെ സംസാരിക്കുന്നത് എനിക്ക് ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ. ആഗ്നസുമ അങ്ങനെ പറഞ്ഞതും ഷെറി ആഗ്നസുമയോട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ സമ്മതിക്കണം, ശരിക്കും ഞാൻ തന്നെ ത്രില്ലടിച്ചു പോയി. അങ്ങനെ സംസാരിച്ച ഷെറി ആഗ്നസുമയോട് പറഞ്ഞു, അപ്പോ എന്നത്തേക്ക് ആയുധങ്ങൾ റെഡിയാവും? ഷെറി, എനിക്ക് 3 ദിവസം സമയം മതി. ഇന്നിപ്പോ ബുധനാണല്ലോ, നമുക്ക് ശനിയാഴ്ച രാവിലെ ഇവിടുന്ന് പുറപ്പെടാം. വൈകുന്നേരത്തിനകത്ത് ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് മടങ്ങി വരികയും ചെയ്യാം. കാര്യങ്ങൾ കേട്ടപ്പോൾ ഷെറി സമ്മതിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച. അന്ന് ആഗ്നസുമയുടെ വീട്ടിൽ നിന്ന് മടങ്ങി മുറിയിലെത്തിയ ഷെറി ആ വിവരങ്ങൾ മുഴുവൻ ലിമയ്ക്ക് റിപ്പോർട്ട് ചെയ്തു. ശനിയാഴ്ച അവർ പ്രതീക്ഷിക്കുന്ന ആ സംഭവം നടക്കാൻ പോവുകയാണ്. ഇന്ത്യക്ക് പുറത്തേക്ക് സാക്ഷാൽ ആഗ്നസുമയെ ഷെറി അന്നാണ് എത്തിക്കുന്നത്. അവർ പോകുന്ന റൂട്ട് ഏതാണെന്ന് ഷെറിക്ക് അറിയത്തില്ല. പക്ഷേ ഷെറി പോകുന്ന റൂട്ട് ലിമയ്ക്ക് സംഘത്തിന് കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടി ഷെറി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് ശനിയാഴ്ച ഷെറിയും ആഗ്നസുമയും 2 സഹായങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഷെറി അത് പൂർത്തീകരിച്ചു. അവളുടെ ലൈവ് ലൊക്കേഷൻ ലിമയ്ക്ക് ഷെയർ ചെയ്തു. ആ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തതിന് ശേഷമാണ് ശരിക്കും അവള് ആ വാഹനത്തിൽ യാത്ര തുടങ്ങിയത്. നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡുമായി ഒരു വെടിനിർത്തൽ കരാറിൽ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രിഗേഡിയർ ആഗ്നസുമയുടെ വണ്ടിയിൽ ചെക്കിംഗ് നടത്താൻ നമ്മുടെ സേന ശ്രമിക്കാറില്ല. ആഗ്നസുമയാണ് വണ്ടിയിൽ നിന്ന് കാണുമ്പോൾ സകല ചെക്ക് പോസ്റ്റുകളിലെയും ഉദ്യോഗസ്ഥർ ആ ചെക്ക് പോസ്റ്റ് ഉയർത്തി കൊടുക്കേണ്ട പതിവ്. ആ ചെക്ക് പോസ്റ്റ് ഉയർത്തി കൊടുക്കുന്ന സേനാ ഉദ്യോഗസ്ഥരുടെ മുഖത്തുള്ള ബഹുമാനം സ്വാഭാവികമായും ഷെറിയും ശ്രദ്ധിച്ചു. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതും ഷെറി ആഗ്നസുമയോട് ചോദിച്ചു, ആഗ്നു, ഇതെന്താ, ഇന്ത്യൻ സേന പോലും അങ്ങേ കണ്ട് സല്യൂട്ട് ചെയ്യല്ലേ? ഷെറി, അതാണ് ഞാൻ പിന്നെ എന്നെ കുറിച്ച് അങ്ങനെ വലിയ കാര്യമൊന്നും പറയാത്തതല്ലേ. ശരിക്കും ഷെറി അയാളെ അങ്ങനെ പൂർത്തി പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം. അയാളുടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അത് കേട്ടതും ഉറക്കെ പറഞ്ഞു, മാഡം, ബ്രിഗേഡിയർ സാബ് ഈ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ആളാണ്. ബ്രിഗേഡിയർ സാബിന് ആരാ ഇഷ്ടപ്പെടാത്തത്? അങ്ങനെ ആ ഡ്രൈവർ പറയുമ്പോൾ അകത്ത് പുറകിലുള്ള ആ ചെറുപ്പക്കാരനും അതുപോലെ തന്നെ സംസാരിച്ചു. ബ്രിഗേഡിയർ സാബ് ഒരു സംഭവമാണ്, അക്കാര്യം ഷെറി മാഡത്തിന് അറിയില്ലല്ലേ. ശരിക്കും സന്തോഷകരമായ ആ ജേണി അങ്ങനെ പോവുകയാണ്. അങ്ങനെ അവസാനം അവർ ഇന്ത്യൻ അതിർത്തി കടന്ന് മ്യാൻമാറിലേക്ക് കടന്നു. മ്യാൻമാറിലേക്ക് കടക്കുന്ന ആ നിമിഷം മുതൽ റോഡ് ഒരു കാടിന്റെ ഉള്ളിലൂടെയായി. കാടിനുള്ളിലൂടെയുള്ള അവരുടെ യാത്ര ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ട് കാണും. ഇപ്പോൾ പൂർണ്ണമായും കാടിനകത്താണ് അവരുടെ വാഹനം. അവരുടെ ആ ജീപ്പ് അല്ലാതെ കാടിനകത്ത് വേറെ അനക്കൊന്നുമില്ല. പെട്ടെന്ന് ഷെറി സുമിയോട് പറഞ്ഞു, ആഗ്നു, വണ്ടി ഒന്ന് നിർത്തിക്കാവൂ. എന്തുപറ്റി? എനിക്ക് ഒന്ന് മൂത്രം ഒഴിക്കണം. അവള് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ വണ്ടി നിർത്തുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന ഘട്ടത്തിലേക്ക് സ്വാഭാവികമായി അഗ്നു എത്തി. അങ്ങനെ ചിരിച്ചുകൊണ്ട് ഡ്രൈവറോട് പറഞ്ഞു, ആ വണ്ടി ഒന്ന് സൈഡിലോട്ട് നിർത്തി. സ്വാഭാവികമായിട്ടും ഡ്രൈവർ വാഹനം നിർത്തി. ഡ്രൈവർ വാഹനം നിർത്തിയതും പുറകിലത്തെ സീറ്റിരിക്കുന്ന ഷെറി ആ വാഹനത്തിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി.
അവള് പുറത്തേക്കിറങ്ങിയ ആ സമയത്ത് പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്. ശബ്ദം കേട്ട് ആഗ്നു നോക്കുമ്പോൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ വശത്തേക്ക് വീഴുന്നതാണ് അയാൾ കണ്ടത്. ക്ലിക്ക് എന്നൊരു ശബ്ദം ആഗ്നു കേട്ടിരുന്നു. അമ്പരന്ന് പോയ അഗ്നുവിനൊപ്പമുള്ള ആ ബോഡി ഗാർഡ് പെട്ടെന്ന് അസൾട്ട് റൈഫിളുമായി ചാടി പുറത്തിറങ്ങി. അവൻ ആ ജീപ്പിൽ നിന്ന് ചാടി പുറത്തിറങ്ങിയ ആ നിമിഷത്തിൽ അവൻ താഴേക്ക് വീഴുന്ന കാഴ്ച അഗ്നു കണ്ടു. അയാൾ ശരിക്കും ഒന്ന് പതറിയെന്ന് പറയാം. അയാൾ പെട്ടെന്ന് വാഹനത്തിന് അകത്തുകൂടി ഡ്രൈവറുടെ സീറ്റിലേക്ക് കയറി. ഡ്രൈവറുടെ സീറ്റിലേക്ക് കയറി അയാൾ ഡ്രൈവറെ തള്ളി പുറത്തേക്ക് ഇട്ടിട്ട് ഷെറിയോട് പറഞ്ഞു, ശരി വേഗം കയറും വേഗം കയറും, ശരി വേഗം കയറും വേഗം കയറും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും ഷെറി അകത്തേക്ക് കയറി. ഷെറി അകത്തേക്ക് കയറിയെന്ന് ഉറപ്പായതും അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ അയാളുടെ നെറ്റിയിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുകയാണ്. അമ്പരപ്പോടെ അയാൾ തിരിയുമ്പോൾ അയാൾ കാണുന്നത് അയാളുടെ നെറ്റിയിലേക്ക് ഗണ്ണ് ചൂണ്ടിയിരിക്കുന്ന സാക്ഷാൽ ഷെറി രാംസെയാണ്. ഷെറി രാംസയുടെ വലത് കൈയിലെ ആ ഹാൻഡ് ഗൺ ആഗ്നുവിന്റെ നെറ്റിയിൽ അങ്ങനെ കൃത്യമായി ചൂണ്ടിയിരിക്കുകയാണ്, തൊട്ടു നിൽക്കുകയാണ്. ഷെറിയുടെ വിരൽ ട്രിഗിൽ തന്നെയാണ്. ഷെറിയുടെ മുഖത്ത് അതുവരെ കാണാത്ത ഒരു ഭാവം. ശരിക്കും ഞെട്ടിപ്പോയ അഗ്നു ഷെറിയോട് ചോദിച്ചു, ഷെറി എന്താ ഇത്, എന്താ കാണിക്കുന്നത്? ആ ചോദ്യത്തിന് ഒരു ഉത്തരം അയക്ക് കിട്ടുന്നത് ജീപ്പിന്റെ മറുപുറത്തുനിന്നാണ്. ജീപ്പിന്റെ ഡ്രൈവറെയും പുറകിലുള്ള ആളെയും വെടിവെച്ച് വീഴ്ത്തിയ ലിമ ഷെറിയോട് പറഞ്ഞു, ഷെറി നീ പുറത്തിറങ്ങിക്കൂ, ഇവനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അത് കേട്ടതും ഗണ്ണുമായി ഷെറി പുറത്തേക്കിറങ്ങി. ഷെറി പുറത്തേക്കിറങ്ങി കുറച്ച് മാറി പാർക്ക് ചെയ്തിരിക്കുന്ന ജീപ്പിന് നേരെ നടന്നു. ലിമയ്ക്കൊപ്പമുള്ള ആളുകൾ ഇപ്പോൾ ആ ആഗ്നുവിന്റെ ജീപ്പിനെ വളഞ്ഞു നിൽക്കുകയാണ്. താൻ ശരിക്കും പെട്ടുവെന്ന് ആഗ്നു സുമയ്ക്ക് തോന്നുമ്പോഴേക്കും ലിമയുടെ കയ്യിലെ ഗണ്ണ് ഗർജിച്ചു തുടങ്ങി. ആ അസൾട്ട് റൈഫിളിൽ നിന്ന് തുരുതുര വെടിയുണ്ടകൾ ലിമയുടെ ബോഡിയിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങിയാണ്. ഏതാനും സെക്കൻഡുകൾ നേരം ആ വെടിയുണ്ടകൾ അങ്ങനെ ആഗ്നുവിന്റെ ബോഡിയിലേക്ക് കയറി ഇറങ്ങുമ്പോൾ തിരിഞ്ഞു പോലും നോക്കാതെ ഷെറി ലിമയുടെ ജീപ്പിന് നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഡ്രൈവറും ബോഡി ഗാർഡും മരിച്ചുവെന്ന് ഉറപ്പാക്കാൻ വേണ്ടി അവർക്ക് മുകളിലേക്ക് വീണ്ടും ലിമയുടെ കൂടെയുള്ള ആളുകൾ നിറയൊഴിച്ചു. ആ 3 ബോഡിയും നിശ്ചലമാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ലിമയും സംഘവും അതിവേഗം അവരുടെ ജീപ്പിന് നേരെ നടന്നു. അവർ ജീപ്പിൽ കയറിയതും ജീപ്പ് വളഞ്ഞു, വന്ന വഴി അവർ തിരിച്ചുപോയി. ലിമയും സംഘവും ദിമാപൂറിൽ മടങ്ങിയെത്തിയ ഉടൻ തന്നെ ലിമയും ടീമും ഷെറി അവിടെ നിന്ന് നേരെ ദില്ലിക്ക് അയച്ചു. ഷെറിയും കൊണ്ട് ആ ട്രെയിൻ ദിമാപൂരിൽ നിന്ന് ദില്ലിയിലേക്കുള്ള ആ യാത്രക്കിടയിലാണ് ഇവിടെ മണിപ്പൂരിൽ വിവരങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡിന്റെ അനിശ്ചിതനായ നേതാവ് ബ്രിഗേഡിയർ ആഗ്നു സുമി മ്യാൻമാറിൽ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വൻ പ്രാധാന്യത്തോടെ വാർത്തകളിൽ നിറയുകയാണ്. ന്യൂസ് ചാനലുകൾ എല്ലാം ആ വാർത്ത ബ്രേക്ക് ചെയ്തു. നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും തമ്മിൽ ഒരു കരാറ് നിലവിലുണ്ട്, ഒരു വെടിനിർത്തൽ കരാർ. ആ കരാർ ലംഘിക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രമിക്കില്ല എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും NSCN അറിയാം. അതുകൊണ്ട് തന്നെ NSCNന്റെ ആളുകളുടെ ശ്രദ്ധ ആ കൊലപാതകവുമായി ബന്ധിപ്പിച്ച് നേരെ പോയത് KOIKLയിലേക്കാണ്. KOIKLന് ശക്തമായ തിരിച്ചടി കൊടുക്കണം എന്ന ഒരു ചിന്തയിലേക്ക് NSCN കടക്കുമ്പോഴേക്കും കേണൽ അജയ് സിംഗിന് മുന്നിൽ ലിമ എത്തിക്കഴിഞ്ഞു. വളരെ വിജയകരമായി ആ ഓപ്പറേഷൻ പൂർത്തീകരിച്ച ഏജന്റ് ലിമയ്ക്ക് കൈകൊടുത്തുകൊണ്ട് കേണൽ അജയ് സിംഗ് ലിമയോട് പറഞ്ഞു, ലിമ നമ്മുടെ ഓപ്പറേഷൻ ബ്ലാക്ക് വിഡോ ശരിക്കും സക്സസ് ആയി. ഇപ്പോൾ ഷെറി ദില്ലിയിൽ നിന്ന് ഇസ്രയേലിലേക്കുള്ള വിമാനത്തിനകത്ത് ഉണ്ട്. ഇതുപോലുള്ള അനവധി സ്പൈ ഓപ്പറേഷൻസ് ആണ് ഈ ഷെറി രാംസെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയത്. അത്തരം കഥകൾ മറ്റൊരു അവസരത്തിൽ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ആളുകളെ തട്ടിക്കൊണ്ടുപോയി വധിക്കുക എന്നുള്ളത് ഈ ചാരന്മാരുടെ ഒരു സ്ഥിരം രീതിയാണ്. രാജ്യത്തിന്റെ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാനായി എപ്പോഴും കമാൻഡോസ് ഉണ്ടാവും. ധാരാളം കമാൻഡോസ് നോക്കി നിൽക്കുമ്പോഴാണ് ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി സമുദ്രത്തിൽ കുളിക്കാൻ ഇറങ്ങിയത്. ആ കമാൻഡോസ് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കടലിൽ മുങ്ങിയ ആ ആസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹം അവിടെ നിന്ന് നീന്തി മറ്റൊരു രാജ്യത്തിലേക്ക് പോയി എന്നുള്ള കിംവദന്തിയാണ് പിന്നീട് ലോകം മുഴുവൻ പരന്നത്. ആ കഥ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. രസകരമായ ആ കഥ കാണാൻ താല്പര്യമുള്ളവർക്ക് താഴെ കമന്റിലുള്ള ലിങ്ക് നോക്കാം. ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.